ഹേ ഗൈസ്, അപ്പോൾ iOS 26 അപ്ഡേറ്റ് ശേഷം തൊട്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ ബാറ്ററി ഡ്രെയിനിങ് എന്ന് പറയുന്ന ഇഷ്യൂ. ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ എക്സ്റ്റൻഡ് കിട്ടുന്നതായിരിക്കും. മേജറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് സ്റ്റോറിനകത്ത് പോയിട്ട് നമുക്ക് ഈ റീസെൻ്റ്ലി കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ആപ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സോ ആ ആപ്സ് എല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതായത് എല്ലാത്തിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ iOS 26 അപ്ഡേറ്റിന് ശേഷം തൊട്ട് പല ആപ്പ് കമ്പനികളും പുതിയ ലേറ്റസ്റ്റ് വെർഷനിലോട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ ആപ്പുകൾക്ക് ഓരോരോ പുതിയ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ നേരെ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോവുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിക്ക് അകത്ത് പോയിട്ട് ലൊക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഓപ്ഷനകത്ത് ലൊക്കേഷൻ മൊത്തത്തിൽ ഓഫ് ചെയ്യല്, ഫൈൻഡ് മൈ ഡിവൈസ് ഒക്കെ വർക്ക് ആവേണ്ട. അതിനകത്ത് പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ആയിക്കോട്ടെ, സോ മെനി ആപ്ലിക്കേഷൻസ് അവിടെ ഉണ്ട്. ഇതിനകത്തൊക്കെ എല്ലാ ആപ്ലിക്കേഷനകത്തും വൈൽ യൂസിങ് എന്നുള്ള രീതിയിലാണ് ഇതിനൊക്കെ ലൊക്കേഷൻ കിടക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ എന്തെങ്കിലുമൊക്കെ ലൊക്കേഷനുകൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രിസൈസ് ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നെവറിലേക്ക് ഒന്ന് തട്ടുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും.